തിരുവിതാംകൂർ റോയൽ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ആദിത്യ വർമ്മയെ കിക്ക് എന്ന് പറയുന്ന കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കിക്ക് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പരിപാടിയിൽ ക്ഷണിക്കുന്നു. പുള്ളിക്കാരൻ്റെ ആ പരിപാടിയിൽ പങ്കെടുക്കും. പക്ഷെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കമന്റ് ബോക്സിൽ പുള്ളിക്കാരനെ ടാർഗറ്റ് ചെയ്ത് പലരും ആക്ഷേപിക്കുന്ന കാണും. ഞാനിത് പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് റിവേഴ്സ് കാസ്റ്റ് സിസ്റ്റമാണ്. പണ്ടൊക്കെ ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മേൽജാതി കീഴ്ജാതി എന്നുള്ള രീതിയിലുണ്ട്. അയിത്തം ഉണ്ടായിരുന്നു. പലരും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സൊസൈറ്റിയിലാണ്. എനിക്കും നിങ്ങൾക്കും ഉള്ളതും ഒരേ അവകാശം തന്നെയാണ്. ഈ ഒരു അവകാശം ഉള്ളപ്പം തന്നെ പലപ്പോഴും പലരുടെയും അപകർഷത ബോധം തികട്ടി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പലർക്കും ചില ആൾക്കാരെ കാണുമ്പോൾ മാത്രം ജാതി ചിന്ത വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ട്രാവൻകൂർ റോയൽ ഫാമിലി ജനിച്ചു എന്നുള്ള ഒറ്റ പേരിൽ പുള്ളിക്കാരനെ എവിടെ കണ്ടാലും കുറേ ആൾക്കാർ വന്നിട്ട് തെറി വിളിക്കുക, ഇവൻ ഏതാണ്ട് രായാവ് എന്നൊക്കെ ചോദിക്കാം. ക്ഷണിച്ചിട്ടാണ് വന്നത്. ഇപ്പം ഒരു ഫാമിലി ജനിച്ചതാണ് പ്രശ്നം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മൾ ശ്രദ്ധിച്ചു പോകും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദേഷ്യവും ധാർഷ്ട്യവും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അവിടെ പഞ്ചപുച്ഛമടക്കെയാണ് മലയാളികൾ നിൽക്കുന്നത്. ഒരു സഹപൗരൻ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ നിൽക്കുന്ന നിൽപ്പാണ് നമ്മൾ കാണുന്നത്. പുള്ളി അനൗൺസ് ചെയ്യുന്ന നേരത്ത് മുഖ്യമന്ത്രി നോക്കുന്ന നോട്ടമാണ്. ഒരു കുട്ടിയോട് മതി എന്നൊക്കെയാണ് പറയുന്നത്. കൂടുതൽ സംസാരിക്കേണ്ട എന്നൊക്കെ പറയുന്ന നാട്ടിൽ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി കുനിഞ്ഞു നിൽക്കുന്ന മലയാളികളാണ്. പഴയ റോയൽ ഫാമിലി മെമ്പർ ആയതുകൊണ്ട് പുള്ളിക്കാരൻ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ജാതി ചിന്ത ഉയർന്ന് ജാതി ചിന്ത തികട്ടി പുള്ളിക്കാരനെ കാണുന്നിടത്ത് വെച്ച് ആക്ഷേപിക്കുന്നത്. ഇത് പലതരത്തിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ജാതി സിസ്റ്റം ഉണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ കീഴ്ജാതി മേൽജാതി എന്നുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു. പലരും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അന്ന് പലരും ജാതി മാറി മതം മാറിയൊക്കെ പോയിട്ടുണ്ട്. പലരുടെയും ഉള്ളിൽ ജാതി ചിന്ത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ മേൽജാതി മാത്രമല്ല കീഴ്ജാതിയിലും ഉണ്ട് ഈ ജാതി ചിന്ത. ഇപ്പം ഞാനത് പറയാൻ നേരത്തെ നീ സവർണനാണ് എന്നുള്ള രീതിയിലൊക്കെ മുദ്ര കുത്തിത്തരുമായിരിക്കും. എനിക്കൊരു ചുക്കുമില്ല ചുണ്ടാമ്പുമില്ല. ഞാൻ ഈ ട്രാവൻകൂർ റോയൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരാൾക്കാരോട് പെരുമാറുന്ന രീതി ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്ര മാന്യമായിട്ടാണ് ഈ ആദിത്യ വർമ്മ എന്ന് പറയുന്ന വ്യക്തി ആൾക്കാരോട് സംസാരിക്കുന്നതും പെരുമാറും. എത്രയും എളിമയോടാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ സംസാരിക്കുമ്പോൾ രാജ്യത്തുള്ള പല റോയൽ ഫാമിലിയും അധികാരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദമൊക്കെ പലപ്പോഴും കയ്യിലിരുന്നത് റോയൽ ഫാമിലിയുടെ കയ്യിലാണ്. ഇന്നും കേന്ദ്രമന്ത്രിമാരായിട്ടും കോൺഗ്രസിലും അല്ലെങ്കിൽ BJPയിലും MP മാരായിട്ടും MLA മാരും ഒക്കെ ആയിട്ട് നിരവധി റോയൽ ഫാമിലി മെമ്പേഴ്സ് ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ വോട്ട് കൊടുത്ത് അധികാരത്തിൽ ഏറ്റിയിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പാർട്ടിക്കാർ തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു റോയൽ ഫാമിലിയിൽ, നമ്മുടെ തിരുവിതാംകൂർ റോയൽ ഫാമിലിയിൽ ഏതെങ്കിലും ഒരു മെമ്പർ ഇത്തരം ധാർഷ്ട്യം കാണിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് നാട്ടുകാരുടെ മുമ്പിലൊക്കെ വന്നിട്ട് എനിക്കും നിങ്ങൾക്കും ഉള്ള ഒരു അവകാശമാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം. ആ അവകാശം നേടിപ്പോയതിനു ശേഷം കാണിക്കുന്ന അടവും അഭ്യാസവും ഏതെങ്കിലും ഈ ആദിത്യ വർമ്മയിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണോ രാജാവ്, അതോ ഈ പഴയ റോയൽ ഫാമിലി പെടുന്ന ആൾക്കാരാണോ പഴയ രാജാവ് എന്ന് പോലും തോന്നിപ്പോകും. ഇവർ രാജഭരണം ഇപ്പോഴും നിലനിർത്തുന്ന പോലെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആൾക്കാരോട് പെരുമാറുന്ന രീതി, ധാർഷ്ട്യം, മാറി നിൽക്കുക, എന്താ മുഖത്തെ ഗൗരവം, ഇതൊന്നുമില്ലാതെ ഒരാൾ വന്ന് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അയാൾ പഴയ റോയൽ ഫാമിലിയിലാണ്, പഴയ നാട്ടുരാജാവിന്റെ ഭാഗമാണ്, അതുകൊണ്ട് നമ്മൾക്ക് ആക്ഷേപിക്കണം എന്ന് പറയാനുള്ള റൈറ്റ്സ് ഒന്നും ഇവിടെ ആർക്കും ഇല്ല. റോയൽ ഫാമിലി പെട്ടതായതുകൊണ്ട് ആദിത്യ വർമ്മ എന്ന വ്യക്തിയെ ചുമ്മാ കയറി അങ്ങ് ചൊറിയണം, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണം എന്നൊക്കെ പറയുന്ന അത്യാവശ്യം ഉള്ളിലുള്ള ജാതിയാണ് നിങ്ങളുടെ പുറത്തേക്ക് വരുന്നത്. അപകർഷതാ ബോധം എന്ന് പറയും. ഈ അപകർഷതാ ബോധം ഒരു വലിയ പ്രശ്നമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരിനൊപ്പം നായർ അല്ലെങ്കിൽ മേനോൻ എന്നൊക്കെ ഉള്ള പേരുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഗീ സവർണ എന്നൊക്കെ രീതിയിൽ ആൾക്കാർ വന്ന് ചുമ്മാ അങ്ങ് എന്തെങ്കിലുമൊക്കെ ഒരു മുദ്ര കുത്തി അങ്ങ് ചാർത്തി കൊടുക്കുകയാണ്. അതിനൊക്കെ ആരാണ് ഇവിടെ അവകാശം തന്നത്? അവരുടെ വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്രമോ അല്ലെങ്കിൽ കുളവും ഒക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേന് അവരെ പിടിച്ച് സവർണനാക്കുന്ന ഒരു കലാപരിപാടി കുറെ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഇതൊരു റിവേഴ്സ് കാസ്റ്റ് സിസ്റ്റമാണ്. പഴയ ഉള്ളിൽ ഒതുക്കി കിടക്കുന്ന ആ തികട്ടി കിടക്കുന്ന ആ ജാതി ചിന്തയാണ് സത്യത്തിൽ ഇവിടുത്തെ പ്രശ്നം. ഈ തിരുവിതാംകൂറിലെ ആ ആദിത്യ വർമ്മ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് പോയാൽ ബാക്കിയുള്ളവരെ പോലെ വന്നിട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകന് കിട്ടുന്ന പ്രിവിലേജ് പോലും ഈ രാജ്യത്ത് അവർക്ക് കിട്ടുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയി കുനിഞ്ഞു നിൽക്കുന്ന മലയാളികളാണ് ഇവരെ പോലുള്ള ആൾക്കാരെ കളിയാക്കുന്നത്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഉമ്മൻചാണ്ടിയുടെ മകൻ എങ്ങനെയാണ് MLA ആയത്? ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണ്. ഇത് നമ്മൾ സംസാരിക്കുന്നത് ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുമ്പോഴാണ്. ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് കോട്ടയത്ത് നാട്ടുകാർ വോട്ട് ചെയ്ത് ചാണ്ടി ഉമ്മനെ വിജയിപ്പിച്ച് ഇത്ര നാണം കെട്ട രീതിയിലൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരിരുന്നിട്ടാണ് ഇവിടെ ഒരു വ്യക്തിയെ എവിടെ വെച്ച് കണ്ടാലും ആക്ഷേപിക്കുക, ജാതി പറഞ്ഞ് ആക്ഷേപിക്കുക. ഇത് റിവേഴ്സ് കാസ്റ്റ് സിസ്റ്റമാണ്. ഇത് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റേ അപകർഷതാ ബോധം പുറത്തേക്ക് തികട്ടി വരുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. പലരിലും പല ആൾക്കാരും ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ. ഇപ്പം
ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് പുള്ളിക്കാരനെ ആക്ഷേപിക്കുന്നതാണ്. ഇവർ ബിഷപ്പിന് മുന്നിൽ പോയി മുട്ടുകുത്തിയാണ് നിൽക്കുന്നത്. എന്തിന്? ഒരു മനുഷ്യനല്ലേ. നിങ്ങൾ എന്തിനാണ് ജനാധിപത്യം നിൽക്കുന്ന നാട്ടിൽ പുള്ളിക്കാരന് മുമ്പിൽ പോയി മുട്ടുകുത്തി നിൽക്കുന്നത്? അത്രയും അടിമയായിട്ട് നിൽക്കുന്നത് എന്തിനാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? ഇപ്പൊ മുസ്ലിംസിനെ പറ്റി പറയുന്നു, AP വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ അബൂബക്കർ മുസ്ലിയാറിനെ കണ്ടു കഴിഞ്ഞാൽ ഭയഭക്തി ബഹുമാനത്തോടെ കുനിഞ്ഞല്ലേ നിൽക്കുന്നത്. എന്തിനാ അങ്ങനെ നിൽക്കുന്നത്? ജനാധിപത്യമാണെങ്കിലും മത നേതാക്കന്മാർക്കും മതമേലധ്യക്ഷന്മാർക്കും മുൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അവരുടെ കുടുംബത്തിനും കിട്ടുന്ന പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജിന് മുമ്പിൽ കുനിഞ്ഞു നിന്നിട്ട് തന്നെയാണ് മലയാളികൾ ചില ആൾക്കാരെ മാത്രം ചൊറിയാൻ നിൽക്കുന്നത്. ആ വ്യക്തിയെ കൃത്യമായി ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ പറയാം, എവിടെയും ഒരു സ്ഥലത്ത് പോലും പ്രിവിലേജ് കാണിക്കാത്ത, ആരോടും തൊട്ടുകൂടായ്മ സമീപനം കാണിക്കാത്ത, അധികാരം പിടിക്കാൻ നിൽക്കാത്ത ഒരാളെ വെറുതെ റോയൽ ഫാമിലി ജനിച്ചു എന്നുള്ള ഒറ്റ പേരിൽ ആക്ഷേപിക്കുന്നത് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റേ ജാതി ചിന്തയാണ്. ഇതിന്റെ പേരാണ് റിവേഴ്സ് ജാതി ചിന്ത. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക.